പൗലോസ് സ്ഥാപിച്ച സഭകളിലെ ഏറ്റവും പ്രത്യേകതകളുള്ളൊരു സഭയാണ് ഫിലിപ്പിയ സഭ. അവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനം 4:1 വാക്യത്തിൽ, നിങ്ങൾ എന്റെ കിരീടമാണെന്നാണ് പറയുന്നത്. യു ആർ മൈ ജോയ് ആൻഡ് മൈ ക്രൗൺ എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസ് ആ ദേശത്ത് ചെന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹം പൗലോസിനോടും ശുശ്രൂഷയോടും എല്ലാം ഉണ്ടായി. ലിഡിയയെ കുറിച്ച് പറയുന്നത്, ലിഡിയ വീട്ടിൽ വരാൻ വേണ്ടി നിർബന്ധിച്ചു ഈ സുവിശേഷകരെ. അവിടുത്തെ ജയിലർ ചെയ്തത് അവരുടെ മുറിവുകൾ കഴുകി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാത്ത ഒരു ചർച്ചാണ് ഫിലിപ്പിയ സഭ. പൗലോസിന് വേണ്ടി സാമ്പത്തിക സൗകര്യങ്ങൾ, സാമ്പത്തിക ഗിഫ്റ്റൊക്കെ ഒരുക്കി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട സഭ. ഈ സഭയോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. 9 മുതലുള്ള വാക്യങ്ങളിൽ ഈ നല്ല മോഡൽ ചർച്ചിനോട്, സകലവും നല്ലതായി പോയ പാർട്ട്ണർഷിപ്പുള്ള, ലവ് ഉള്ള, ഗ്രേസ് ഉള്ള ഈ ചർച്ചിനോട് പൗലോസ് പറഞ്ഞത്, മേ ഗോഡ് ഹെൽപ്പ് യു ടു അബൗണ്ട് ഇൻ ലവ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ, വിവേകത്തിൽ വർദ്ധിച്ചു വരണമെന്ന്. എന്നെ കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ ഡൂയിങ് വെൽ. ആത്മീയമായിട്ടും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലും ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ പറ്റി. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് നോക്കുമ്പോൾ there are areas in our life we have to grow. അതിലൊന്നാണ് ദൈവസ്നേഹത്തിൽ നമ്മൾക്കെല്ലാവർക്കും വളരേണ്ട സ്പേസ് എപ്പോഴും ഉണ്ട്. We will never reach a point where we say, I have done it, I have accomplished it, there is nothing beyond me. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. സ്നേഹത്തിൽ മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരുവാൻ. May God help you. That is my prayer.